ഇതാ രാഘവൻ ചേട്ടൻ്റെ ചായയാ. ഉച്ചക്കത്തെ ഊണും പറഞ്ഞിട്ടുണ്ട്. വക്കീലന്മാരെല്ലാം ഒരു കേസ് എങ്ങനെ പുറത്തു കൊണ്ടുവരുമെന്നാണ് ആലോചിക്കുന്നത്. എന്നാ ഒന്ന് പറഞ്ഞോട്ടെ, ഈ കേസിൽ നിന്ന് എങ്ങനെ പുറത്തു പോകാമെന്ന് വിചാരിക്കുന്ന വക്കീൽ നമ്മളാ, സംശയമില്ല. വാട്ട് എ കൊളാട്രിയൽ ഡാമേജ്. അത് കൊളാട്രിയൽ ഡാമേജ് അല്ല. I will not handle this case. എന്താ പറ്റി? എന്താ ഞാൻ അറിയാവുന്ന ഒരു പുതിയ കേസ്. I will not handle this divorce case. ഡിവോഴ്സ് കേസ്. മാഡം 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 റെക്കമെൻഡേഷൻ ഉണ്ട് മാഡം. No recommendation. ഒന്ന് സഹായിക്കും മാഡം. ഞാൻ ഈ കേസ് എടുക്കില്ലെന്ന് പറഞ്ഞു. I will not leave divorce. I will not leave divorce. I will not give divorce. പ്ലീസ്. ഞാൻ ഈ കേസ് എടുക്കില്ല. അയാളുടെ അടുത്ത് പോയി എന്തിനാ ഡൈവോഴ്സിനെ പറ്റി പറയുന്നേ? വായിക്ക് വരുന്ന കോതയ്ക്ക് പാട്ടാണോ? വി ആർ ലോയേഴ്സ്. I want divorce. I will not give divorce. I want divorce. മാഡം പ്ലീസ് മാഡം. മാഡം വേഗം വിട്ടോ, ഓടിക്കോ. എന്താണ് നോക്കുന്നേ? മാംസ പിണ്ടവേ ഇടിച്ചു കിട്ടു സാറേ. അവനെ വക്കീലിനെ കൊല്ലാൻ നടക്കുന്നു. കോണ്ടാമൃഗം ഇടിച്ച് ജയിലിനകത്താക്കണം സാറേ ഇവനെ. നടക്കില്ല സാറേ. എന്താ? ഇയാൾക്ക് ജാമ്യം എടുത്തു സാറ്. ഫ്രീ ആണ്, കടയിലേക്ക് വരണേ. ചായയും കാപ്പിയും വടയൊക്കെ ചൂടോടെ കഴിച്ചിട്ട് പോവാം. ചായ കാപ്പി കാപ്പി ചായ 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 കാപ്പി ചായ കാപ്പി 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 ചായ ചായ ചായ. അങ്ങോട്ട് പോട്ടെ, അവിടെ ഒരു കാണ്ടാമൃഗമുണ്ട്. ഇങ്ങോട്ട് വാ. ഈ വട്ട് കേസാണോ? ഹായ് ഡിയർ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഡിയർ എന്ന് വിളിക്കരുതെന്ന്? അല്ല അനു, ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. വിസിറ്റിംഗ് കാർഡ് കൊണ്ട് കറങ്ങി നടക്കുമായിരുന്നു. ഞാനാ ഇവിടേക്ക് കൊണ്ടുവന്നേ. ആർ യു ഹാപ്പി? ഇത് കോടതിയോ അതോ ഭ്രാന്താശുപത്രിയാണോന്ന് അറിയില്ല. കേസുണ്ട്, പക്ഷെ എല്ലാം വട്ട് കേസുകളാ. ഇങ്ങോട്ട് മാറി നിൽക്കണം. പോടാ. ബൈ ഡിയർ. നില വേണല്ലേ? ഞങ്ങള് പോയി കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണേ. പുറകെ വരാൻ പാടില്ല. ഞങ്ങൾ പോയി നില കൊണ്ടുവരാം. ഇവിടെ തന്നെ ഉണ്ടാവണം, എവിടെയും പോകാൻ പാടില്ല. ഇവിടെ തന്നെ നിന്നോണം. നില നില ഞങ്ങൾ കൊണ്ടുവരാം. ഇവിടെ തന്നെ കാണണേ. എപ്പോഴാണ് എവിടെ വെച്ചാണ് കണ്ടുമുട്ടുക എന്നത് റെഡി ആയിട്ടുള്ളതാണ് പോസിബിൾ. അതായത് ഹലോ. നിങ്ങളാണോ ഈ അനു? കോടതി 6 മണിക്ക് കഴിഞ്ഞു. പുറത്തു പോകാൻ പറഞ്ഞാൽ ഇയാൾ കേൾക്കുന്നില്ല. അടി കൊടുത്തു. ഇയാളെ പൊക്കിയെടുത്ത് പുറത്തു വിട്ടു. ഇവിടം വിട്ട് ഇയാൾ പോകുന്നില്ല. പോക്കറ്റ് നോക്കിയപ്പോൾ നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡാ കണ്ടത്. നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇയാളുടെ പേര് കൃഷ്ണ എന്നാണ്. മനസ്സിൻ്റെ സമതലം തെറ്റിയ ആൾ. ഊട്ടിയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇയാൾ ജീവിക്കുന്നത്. അവിടെ അന്വേഷിച്ചപ്പോൾ മിസ്റ്റർ വിക്ടറിനെ കണ്ടു. എംറോൺ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഓണറാണ്. കൃഷ്ണയെക്കുറിച്ച് എല്ലാ വിവരവും അറിയാവുന്ന ഒരേ ഒരാൾ ഇദ്ദേഹമായിരുന്നു. അവര് കൊണ്ടുപോയി. സാർ, നിങ്ങളെല്ലാരും ഒന്ന് പുറത്തേക്ക് നിൽക്കണം. പേഷ്യന്റ് എമോഷണൽ ആകുമ്പോൾ BP റൈസ് ആവും സാർ. ആ ഇഞ്ചക്ഷൻ എടുത്ത് പെട്ടെന്ന്. നില ആരാ?
അയാളുടെ ഭാര്യയാണോ? കൂടപ്പിറപ്പാണോ? ആരെന്നില്ല. എടാ കൃഷ്ണ, അങ്ങോട്ട് നോക്കടി കൊച്ചേ, ആ കൃഷ്ണൻ എന്താ കാണിക്കുന്നെന്ന്. ഏയ് കൃഷ്ണ, കൃഷ്ണ, താഴെ ഇരിക്ക്. ഇവിടെ ഇരുന്നു താഴെ പോകല്ലേ. എവിടെ പോയി? ആളെ കാണുന്നില്ലല്ലോ. എന്താ കൃഷ്ണ, വളരെ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? വരുമേ എനിക്ക് പാപ്പ അപ്പ അപ്പ വരുമേ ബൊമ്മ കോയി ഇനിയോ എന്നാട്ടവും പാട്ടുകൾ സൂപ്പർ സൂപ്പറാനേ. വരുമേ എനിക്ക് പാപ്പ അപ്പ വരുമേ കോഴി ബൊമ്മ ഇനിയോ എന്നാത്തവും പാട്ടുകൾ സൂപ്പർ സൂപ്പറാണ്. ഇവിടുന്ന് ഇനി ലോഡുമായിട്ട് അവിടെ ചെല്ലും 1 മണിക്കൂറെങ്കിലും ആവും. ഇങ്ങനെ കയറ്റി ഇനി എപ്പ ചെല്ലാൻ അവിടെ വന്നിപ്പോ ഒരു പേടി ഇല്ലാതായി. അണ്ണാ കോപപ്പെടും അണ്ണാ. കൃഷ്ണ എന്താ പപ്പില അത്ത കഷ്ടയിട്ടാ അച്ചിപ്നിയോ. ഇവനെന്താടാ ഈ പറയുന്നത്? എന്താടാ ചോദിച്ചിട്ടൊന്നും മിണ്ടായിരിക്കില്ലേ? എന്നതാടാ? അയാൾ പറഞ്ഞത് എനിക്കും തികച്ചില്ല ചേട്ടാ. അത് കേട്ടാ ചേട്ടൻ സഹിക്കില്ല. വേണ്ട ചേട്ടാ, വിട്ടേ. എന്താ എനിക്ക് സഹിക്കില്ലെന്നു? അതെന്താ കാര്യം? എടാ കൃഷ്ണ, നീ എവിടെ പോവാ? വിക്ടറിനെ കാണാൻ പോവാ. ജോലിക്ക് വരുന്നില്ലേ? എനിക്ക് കുഞ്ഞ് ജനിക്കാൻ പോവുക, ഞാൻ വരുന്നില്ല. നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കുഞ്ഞ് ജനിക്കാൻ പോവാ, ഞാൻ വരുന്നില്ല. എടാ കൃഷ്ണ, ചോക്ലേറ്റ് എല്ലാം സമയത്ത് തന്നെ അവിടെ എത്തിക്കേണ്ടതാ, അല്ലെങ്കിൽ തന്നെ സമയം കഴിഞ്ഞു. ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. നീ വേണം കൃഷ്ണ സഹായിക്കാൻ. എന്റെ ചക്കരക്കുട്ടനല്ലേ. കൃഷ്ണ, ഹോസ്പിറ്റലിൽ പോകാതെ എന്താ ചെയ്യുന്നേ? മൂർത്തി ജോലി ചെയ്യാൻ പറഞ്ഞു. അയ്യോ സാർ, എന്റെ ഭാര്യയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. കൃഷ്ണനോട് ജോലി ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല സാർ.
അവൻ ഹോസ്പിറ്റലിൽ പോകേണ്ട ആളല്ലേ? അവൻ എന്തിനാ നിങ്ങൾ ഇവിടെ നിർത്തിയേക്കുന്നത്? ശരിയാണല്ലോ കൃഷ്ണ, നീ നീ ആശുപത്രിയിലല്ലേ പോകേണ്ടത്? എന്തിനു ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു? അവനെ പഴി ചാരാൻ നോക്കണ്ട. വാങ്ങാനുള്ള ലിസ്റ്റ് എന്തെങ്കിലും കൊടുത്തോ? മൂർത്തി, ലോഡ് ഇറക്കാൻ പോകുമ്പോ ഇവനെ ചന്തയിൽ ഇറക്കി വിടണം. നീ എല്ലാം വാങ്ങിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ഞാൻ വന്ന് കണ്ടോളാം കേട്ടോ.